ഹൈ സ്പീഡ് റെയിലുമായി ബന്ധപ്പെട്ട് ഡൽഹി മെട്രോ റെയിൽ കോർപ്പറേഷൻ തയ്യാറാക്കിയ ഒരു റിപ്പോർട്ട്, ഇടക്കാല റിപ്പോർട്ട് ഞങ്ങൾക്ക് സമർപ്പിച്ചിരുന്നു. അത് പരിശോധിക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു വിദഗ്ധ സമിതിയെ ചുമതലപ്പെടുത്തിയിരുന്നു. അതൊരു ധനകാര്യ വിദഗ്ധൻ, റെയിൽവേ വിദഗ്ധൻ, പാരിസ്ഥിതികമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ആൾ, അങ്ങനെ 3 പേരാണ്. അത് ട്രാൻസ്പോർട്ട് സെക്രട്ടറിയും എൻ്റെ ഓഫീസിലെ OST ഉൾപ്പെടെയുള്ളൊരു ടീമാണ് അത് ചെയ്തത്. അവരത് പരിശോധിച്ച് ഉള്ള റിപ്പോർട്ട് ഇന്ന് സമർപ്പിച്ചിട്ടുണ്ട്. അതിൽ ഇതൊരു പൂർണ്ണമായ റിപ്പോർട്ടല്ല എന്നൊരു വിലയിരുത്തലിലാണ് അവർ എത്തിച്ചേർന്നിരിക്കുന്നത്. ഒന്ന്, കേരളത്തിൻ്റെ പരിമിതമായ സാമ്പത്തിക വിഭവശേഷി കാരണവും കൃത്യമായ സ്കോപ്പ്, സാധ്യതകൾ, യാത്രക്കാരുടെ എണ്ണം എന്നിവ തിട്ടപ്പെടുത്തുന്നതിനും യാതൊരു തരത്തിലുള്ള പാരിസ്ഥിതിക സാമൂഹ്യ പഠനവും നടത്താത്തതിനാലും ഈ രൂപത്തിൽ പദ്ധതി ഏറ്റെടുക്കാൻ സാധിക്കില്ല. എന്നാൽ ചില തുടർ നടപടികൾ കമ്മിറ്റി ശുപാർശ ചെയ്യുന്നുണ്ട്. അതായത് ആദ്യഘട്ടത്തിലെ സ്ഥല പരിശോധനകൾ, ഭൂമി ഏറ്റെടുക്കൽ സംബന്ധിച്ച വിജ്ഞാപനങ്ങൾ അല്ലെങ്കിൽ ഭൂതല നിർമ്മാണവുമായി ബന്ധപ്പെട്ട യാതൊരു പ്രാരംഭ നടപടികളും ഇപ്പോൾ ആരംഭിക്കരുത് എന്നാണ് കമ്മിറ്റി ശുപാർശ ചെയ്തിരിക്കുന്നത്. കാരണം ഇതിൻ്റെ ഒരു കൃത്യമായ ഒരു എക്കണോമിക് മോഡൽ, ഇതിൽ എത്ര യാത്രക്കാർ യാത്ര ചെയ്യാനുള്ള സാധ്യതയുണ്ട്, പിന്നെ പാരിസ്ഥിതിക പഠനം, ഇതൊന്നും നടത്താതെ, അതാണ് നമുക്ക് കേരളയിൽ പറ്റിയ ഒരു അപകടം ഇതിൻ്റെ അകത്ത് ആവർത്തിക്കരുത് എന്നാണ് ശുപാർശ. കേരളയിൽ പറ്റിയത് ഈ പാരിസ്ഥിതിക പഠനവും മറ്റു കാര്യങ്ങളും നടത്തുന്നതിന് മുമ്പ് തന്നെ ഭൂമി ഏറ്റെടുക്കാനുള്ള നടപടികളുമായിട്ട് മുന്നോട്ട് പോയി. അപ്പോൾ അത് ചെയ്യാനുള്ള ഒരു കാരണവശാലും ചെയ്യരുത്. പിന്നെ സംസ്ഥാന സർക്കാർ സ്വതന്ത്രമായി 3-4 കാര്യങ്ങളിൽ സ്വതന്ത്രമായി പഠനം നടത്തണം. ഒന്ന്, ചരക്ക് ഗതാഗത സാധ്യതകൾ. ഇതിപ്പോൾ പാസഞ്ചേഴ്സിന് ട്രാവൽ ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ് ഈ ട്രാക്ക് ഇപ്പോൾ പ്രപ്പോസ് ചെയ്തിരിക്കുന്നത്. നമ്മൾ തുറമുഖാധിഷ്ഠിത വികസനത്തെക്കുറിച്ചും വിമാനത്താവള അധിഷ്ഠിത വികസനത്തെക്കുറിച്ചൊക്കെ പറയുമ്പോൾ ഈ ലോജിസ്റ്റിക്സ് മൂവ്മെൻ്റ് ഇല്ല ഇതിൻ്റെ അകത്ത്. അപ്പോൾ ആ ലോജിസ്റ്റിക്സ് മൂവ്മെൻ്റ് ഇല്ലാതെ പാസഞ്ചേഴ്സ് ട്രെയിൻ കൊണ്ട് മാത്രം ഇത് നമുക്ക് വരുമാനവും നമ്മൾ ചിലവാക്കുന്ന പണം അത് തിരിച്ചടയ്ക്കാനും ഒക്കെയുള്ളൊരു പ്രശ്നത്തിലേക്ക് നമ്മൾ പോകും എന്നുള്ളതൊരു പ്രശ്നമാണ് അവർ തന്നിരിക്കുന്നത്. ബദൽ മാർഗങ്ങൾ എന്താണ് എന്നത് വിശകലനം നടത്തണം. ഭൂമിയുടെ ലഭ്യത, അപ്പോൾ അതിനെക്കുറിച്ചുള്ള കൃത്യമായ കണക്കുകൾ ഈ റിപ്പോർട്ടിലില്ല. നിലവിലുള്ളതും ഭാവിയിൽ വികസിക്കപ്പെടുന്നതുമായ മെട്രോ, തുറമുഖ, ഉൾനാടൻ ജലഗതാഗത സംവിധാനങ്ങളുമായിട്ടുള്ള സംയോജനം, ഇത്തരം കാര്യങ്ങൾ പഠിക്കണം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഈ പഠനങ്ങൾ യഥാർത്ഥ ആവശ്യകതയും പദ്ധതിയുടെ വിശാലമായ ബഹുമുഖ സാമ്പത്തിക പ്രാധാന്യവും തെളിയിച്ചാൽ മാത്രമാണ് DPR തയ്യാറാക്കുന്ന അടുത്ത ഘട്ടത്തിലേക്ക് കടക്കാൻ പാടുള്ളൂ എന്നാണ് കമ്മിറ്റിയുടെ ഏകകണ്ഠമായിട്ടുള്ള റിപ്പോർട്ട്. ആ റിപ്പോർട്ട് വിശദമായി പഠിച്ചതിന് ശേഷം ഗവൺമെൻറ് അതിലുള്ള നടപടികൾ കൈക്കൊള്ളും.